ഹായ് എവരിവൺ. നമ്മൾ തെലുങ്കിലെ വർത്തമാനകാലം കഴിഞ്ഞ ശേഷം ഇപ്പോൾ ഭാവി കാലമാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭാവി കാലത്തിലെ ഏറ്റവും ആദ്യത്തെ സബ്ജക്ട്, ഏറ്റവും ആദ്യത്തെ കർത്താവ് ഞാൻ വരികയാണെങ്കിൽ, ഞാൻ എന്നതിന് നെയ്ൻ എന്ന് പറഞ്ഞ വാക്ക് വെച്ച് വരികയാണെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഭാവി കാലത്തിൽ സെന്റൻസ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞു തന്നത്. അപ്പോൾ నేను వస్తున్నాను, నేను పోతున్నాను, నేను చెప్తున్నాను, నేను చేస్తున్నాను, నేను అడుగుతున్నాను, నేను తింటున్నాను, నేను ഓക്കെ പറഞ്ഞു തരാതിരുന്ന ഒരു ക്രിയ ഉണ്ട്. അത് ആദ്യം പറഞ്ഞ് നമുക്ക് തുടങ്ങാം. അപ്പം തുറക്കുന്നു, ഞാൻ തുറന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനായിട്ട് ലോജിക്കലി നമ്മളങ്ങനെ പറയാറില്ല. പക്ഷെ ഇനി അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമുണ്ടെങ്കിൽ, അതായത് ആരെങ്കിലും നമ്മുടെ കഥയിൽ വന്ന് തട്ടുകയാണ്, നമ്മൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ അയാൾ വീണ്ടും തട്ടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കോളിംഗ് ബെൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് പറയാലോ, ഞാൻ തുറന്നുകൊണ്ടിരിക്കുകയാണ്, ഒന്ന് വെയിറ്റ് ചെയ്യ്. ഓക്കെ, അത് നമുക്ക് പറയാം. ഞാൻ അന്ന് പറഞ്ഞത് നേനു തീസ്തുണ്ണാനു എന്നാണ്. അപ്പൊ ഈ തീ എന്ന് പറഞ്ഞ ഈ ഒരു വാക്കുണ്ടല്ലോ തെലുങ്കിലെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ തുറക്കൂ. ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു തന്നിരുന്നു, ഇതിന് വേറെ രീതിയിൽ കൂടി പറയാം. അപ്പം ഞാൻ തുറന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയാനായിട്ട് നേനു തീസ്തുണ്ണാനു എന്ന് വേണം പറയാം, അല്ലെങ്കിൽ നേനു തെർച്ചേസ്തുണ്ണാനു എന്ന് വേണം പറയാം. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ ഇവിടെ ഭാവി കാലത്തിൽ നേനു തീസ്താനു എന്ന് വേണം പറയാം, അല്ലെങ്കിൽ നേനു തെർച്ചേസ്താനു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഞാൻ തുറക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളാണ് നമ്മൾ ഏറ്റവും ആദ്യത്തെ വീഡിയോയിൽ പഠിച്ചത്. ഭാവി കാലത്തിൽ സബ്ജക്ട് ഞാൻ വരികയാണെങ്കിൽ. ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് രണ്ട് സബ്ജക്റ്റുകളാണ്. ഓക്കെ, നമ്മൾ എന്ന് പറയാനും ഞങ്ങൾ എന്ന് പറയാനും. നമ്മുടെ ഒരു പതിവ് ശൈലി അനുസരിച്ച് ഞാൻ കഴിഞ്ഞാൽ പിന്നെ നീ, നിങ്ങൾ, താങ്കൾ, പിന്നെയാണ് നമ്മൾ, ഞങ്ങൾ, അങ്ങനെയാണ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് വ്യത്യസ്തമായി നമ്മൾ, ഞങ്ങൾ എന്നൊക്കെ വരികയാണെങ്കിൽ എങ്ങനെ ക്രിയകൾ ഉണ്ടാക്കാം, എങ്ങനെ സെന്റൻസ് ഉണ്ടാക്കാം എന്ന് പഠിക്കാം. അതിന് കാരണമുണ്ട്, എന്താണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോ വെൽക്കം ടു ലേൺ തെലുഗു ത്രൂ മലയാളം. തൊട്ട് മുൻപത്തെ വീഡിയോയിൽ ഞാൻ ഭാവി കാലത്തിൽ ഞാൻ വരികയാണെങ്കിൽ എങ്ങനെയൊക്കെയാണ് സെന്റൻസ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തന്ന ടൈമിൽ ഞാൻ പറഞ്ഞു തന്നിരുന്നു, ഭാവി കാലത്തിൽ രണ്ട് തരം സെന്റൻസുകളുണ്ട്. ഒന്ന് ഞാൻ ചെയ്യും, രണ്ട് ഞാൻ ചെയ്യാം. ഞാൻ വരും, ഞാൻ വരാം, ഞാൻ പോകും, ഞാൻ പോകാം, അങ്ങനെ കാര്യങ്ങളൊക്കെ. അപ്പോ ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പുള്ളൊരു കാര്യമാണ്, നമ്മളല്ലെങ്കിൽ ആരെങ്കിലും. രണ്ട്, നമ്മളൊരു ഓഫറായിട്ട് ചെയ്യുകയാണ്, നമ്മൾ പറയുകയാണ് ചെയ്തോളാം, ചെയ്യാം, അല്ലെങ്കിൽ വരാം, പോകാം, പൊക്കോളാം എന്നൊക്കെ നമ്മൾ പറയുകയാണ്. ഓക്കെ, അപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഈ ഓഫർ പരിപാടി ഉണ്ടല്ലോ, അതായത് ചെയ്തോളാം അല്ലെങ്കിൽ വന്നോളാം എന്നുള്ളത്, ഇത് ആകെ രണ്ട് സബ്ജക്ട് വരുമ്പോൾ മാത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. രണ്ട് കർത്താവ് വരുമ്പോൾ മാത്രം. ഒന്ന് ഞാൻ, രണ്ട് ഞങ്ങൾ. ഇതല്ലാതെ ഇപ്പോ അവൻ വരാം, തെറ്റാണ് ഗ്രാമാറ്റിക്കലി. അവർ വരാം, അവർ പോകാം, നിങ്ങൾ ചെയ്യാം, ഇതൊക്കെ തെറ്റാണ് അല്ലേ, നമുക്കറിയാം. അവർ, അവൻ, അവൾ, നിങ്ങൾ, താങ്കൾ, ഇതൊക്കെ വരുന്ന നേരത്ത് ഭാവി കാലത്തിലെ ആദ്യത്തെ ആ ഒരു സെറ്റ് മാത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതായത് നിങ്ങൾ പോകും, അവൻ വരും, അവൾ ചെയ്യും, അല്ലാതെ അവൾ ചെയ്യാം, അവൾ പോകാം എന്ന് നമ്മൾ പറയത്തില്ല. ഓക്കെ, അപ്പോ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഞങ്ങൾ എന്ന് പറഞ്ഞ ഈ ഒരു സബ്ജക്റ്റ് കൂടി എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ രണ്ടാമത്തെ ഈ ഒരു സെറ്റ്, അതായത് ഓഫർ പോലെ കൊടുക്കുന്ന ഞാൻ വരാം, പോകാം, ചെയ്യാം എന്നൊക്കെയുള്ളത് ഞങ്ങൾ എന്ന് പറഞ്ഞ വാക്കിനകത്ത്. അപ്പൊ ഞാൻ അവിടെ രണ്ടും പറഞ്ഞുതരാം. ചെയ്യും എന്നെങ്ങനെ പറയാം, പിന്നെ ചെയ്യാം എന്നെങ്ങനെ പറയാം. പിന്നെ രണ്ടാമതൊരു സബ്ജക്ട് നമ്മൾ എന്നാണ്. നമ്മൾ എന്ന് വരുന്ന നേരത്ത് നമ്മൾ പറയില്ല നമ്മൾ പോകാം എന്ന് നമ്മൾ പറയില്ല, നമ്മൾ വരാം നമ്മൾ പറയില്ല, നമ്മൾ ചെയ്യാം എന്ന് നമ്മൾ പറയില്ല. ഓക്കെ, അപ്പം അവിടെ പ്ലെയിൻ ആയിട്ട് നമ്മൾ ചെയ്യും എന്നൊക്കെ എങ്ങനെയാണ് പറയുന്നത് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. പിന്നെ നമ്മുടെ ഈ മലയാളത്തിൽ ശരിക്കും ഈ വരാം എന്ന് പറഞ്ഞ വാക്ക്, ഒരു ഉദാഹരണം അത് എടുക്കാം. ഓക്കെ, ഈ വരാം എന്ന് പറഞ്ഞ വാക്ക് നമുക്ക് എല്ലാ സബ്ജക്റ്റിനും ഇപ്പോൾ ഉപയോഗിക്കാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ വരാമെന്ന് പറഞ്ഞു, അല്ലാതെ ചുമ്മാ അവൻ വരാം ഫുൾ സ്റ്റോപ്പ്, തെറ്റാണത്. അവൻ വരാം എന്ന് നമ്മൾ പറയില്ല. അവൻ വരാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അവൾ വരാമെന്ന് പറഞ്ഞു, അവർ വരാമെന്ന് പറഞ്ഞു, പിന്നെ താങ്കൾ വരാമെന്ന് പറഞ്ഞില്ലേ. ഓക്കെ, നമുക്ക് അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. അപ്പോ അതെങ്ങനെയാണെന്ന് ഞാൻ ഇപ്പൊ പറയുന്നില്ല, കാരണം ഇപ്പൊ അത് കുറച്ചുകൂടി കൺഫ്യൂഷൻ ആവും. എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ സബ്ജക്ട് വെച്ച് തുടങ്ങാം. അത് ഞങ്ങൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് സെന്റൻസ് ഉണ്ടാക്കുന്നത് എന്നാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ എന്ന് പറയാനായിട്ടുള്ള വാക്കാണ് മേമു. അപ്പം ആദ്യത്തെ ആ ഒരു ക്രിയ വെച്ച് തുടങ്ങാം. വായോ, അതിനുശേഷം പിന്നെ പോ, പറയൂ, ചോദിക്കൂ, അങ്ങനെയുള്ള വാക്കുകളൊക്കെ. ഓക്കെ, അപ്പം ഞാൻ വരും എന്ന് പറയാനായിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ അന്ന്, നേനു വസ്താനു എന്നാണ്. ഇവിടെ
ഞങ്ങൾ വരും എന്ന് പറയാനായിട്ട് മേമു വസ്താമു എന്നാണ്. ഓക്കെ, മേമു വസ്താമു. ഇനി അതിനുശേഷം നമുക്ക് നമ്മുടെ എല്ലാ ക്രിയകളും എടുക്കാം. പോ വെള്ളു വെള്ളിപ്പോ ചെയ്യി ചെപ്പു അടകു വിനു ചതവു രായു രാജിക്കോ നേർച്ചുക്കോ. നിങ്ങൾ അതിന്റെയൊക്കെ വീഡിയോകൾ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലായ്പ്പോഴും പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം ഞങ്ങൾ പോകും എന്ന് പറയുന്നത് എങ്ങനെയാണ്? മേമു പോത്താമു, അല്ലെങ്കിൽ മേമു വെൽത്താമു, മേമു വെള്ളിപ്പോത്താമു. കാരണം പോ എന്നതിന് 3 മൂലക്രിയകളുണ്ട്: പോ, വെള്ളു, വെള്ളിപ്പോ. അതുകൊണ്ട് തന്നെ മേം പോത്താമു, മേമു വെൽത്താമു, മേമു വെള്ളിപ്പോത്താമു. ഓക്കെ, അടുത്തത് ചെയ് എന്ന് പറഞ്ഞ ക്രിയ. ചെയ്യുന്നതിന് മേമു ചേസ്താമു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യും. മേമു ചെപ്താമു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പറയും. മേമു അടുത്താമു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചോദിക്കും. മേമു വിൻടാമു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കേൾക്കും അല്ലെങ്കിൽ ശ്രദ്ധിക്കും. വിനു എന്ന് പറഞ്ഞ വാക്കിന് കേൾക്കും, ശ്രദ്ധിക്കും 2 അർത്ഥങ്ങളുള്ളത്. മേമു ചതുത്താമു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വായിക്കും. മേമു രാഷ്താമു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എഴുതും. പിന്നെ മേമു നേർച്ചുകൊണ്ടാമു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പഠിക്കും. ഈ രാഷ്കോ എന്ന് പറഞ്ഞ വാക്കിനും അതേ ഫോർമാറ്റ് ഉപയോഗിക്കാം. അതായത് മേമു രാഷ്കൊണ്ടാമു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എഴുതും. മേമു നേർച്ചുകൊണ്ടാമു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പഠിക്കും. അതേപോലെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്ന എല്ലാ ക്രിയകളും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ ഉപയോഗിക്കാവുന്നതാണ്. വേണമെങ്കിൽ അവിടെ നിന്നൊക്കെ കുറച്ച് പറയാം. മേമു പ്രാർത്ഥിస్తాമു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പ്രാർത്ഥിക്കും. മേമു ഇസ്താമു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കൊടുക്കും അല്ലെങ്കിൽ ഞങ്ങൾ തരും. കാരണം ഇവു എന്ന് പറഞ്ഞ വാക്കിന് തരുമെന്നും കൊടുക്കുമെന്നും അർത്ഥമുണ്ട്. ഓക്കെ, മേമു തീസ്താമു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തുറക്കും. ഇവിടെയും മേമു തെർച്ചേസ്താമു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തുറക്കും. അതിനും അങ്ങനത്തെ അർത്ഥമുണ്ട്. ഓക്കെ, അടുത്തത് മേമു മാട്ടിലാടുത്താമു എന്ന് വെച്ചാൽ ഞങ്ങൾ സംസാരിക്കും. മേമു സ്നാനം ചേസ്താമു എന്ന് വെച്ചാൽ ഞങ്ങൾ കുളിക്കും. മേമു ആട്ടിലാടുത്താമു എന്ന് വെച്ചാൽ ഞങ്ങൾ കളിക്കും. മേമു ലേസ്താമു എന്ന് വെച്ചാൽ ഞങ്ങൾ എഴുന്നേൽക്കും. ഓക്കെ, മേമു അത്രയും മതിയെന്ന് തോന്നുന്നു. ബാക്കിയെല്ലാം എളുപ്പമുള്ളതായിരിക്കണം. ഓക്കെ, മേമു ചേപ്പിസ്താമു എന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്യിക്കും. മേമു നേർപ്പിസ്താമു എന്ന് വെച്ചാൽ ഞങ്ങൾ പഠിപ്പിക്കും. മേമു പമ്പിസ്താമു എന്ന് വെച്ചാൽ ഞങ്ങൾ അയക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഭാവി കാലത്തിലെ ഞങ്ങൾ ചെയ്യും അല്ലെങ്കിൽ ഞങ്ങൾ വരും പോകും അങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് ഈ ഒരു സംഭവം തന്നെ ഞങ്ങൾ ചെയ്യാം എന്നെങ്ങനെ പറയുമെന്നാണ്. അല്ലെങ്കിൽ ഞങ്ങൾ വരാം, ഞങ്ങൾ പോകാം. ഓക്കെ, മുൻപ് ഞാൻ നേനു എന്ന് പറഞ്ഞ വാക്ക് പറഞ്ഞു തന്നപ്പം, അതായത് ഞാൻ വരുമെന്ന് പറയാനായിട്ട് വസ്താനു, വരാമെന്ന് പറയാനായിട്ട് വസ്ത എന്ന് പറഞ്ഞു തന്നിരുന്നു. അതായത് ഈ അവസാനത്തെ ന്യൂ എന്ന് പറയുന്നത് ഒഴിവാക്കി കളയുക. ഇവിടെ എങ്ങനെ വരാം അല്ലെങ്കിൽ ചെയ്യാം എന്ന് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. മേമു വസ്താമു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വരും. അതിനകത്തെ ഈ വസ്താമു എന്നതിന് പകരം വസ്താം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാം എന്നായി. ഓക്കെ, മേം വസ്താം, അവിടെയും മേമു എന്ന് പറയേണ്ട ആവശ്യമില്ല, മെയിം എന്ന് പറഞ്ഞാൽ മതി. മെയിം വസ്താം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വരാം. മെയിം പോത്താം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പോകാം. മെയിം ചേസ്താം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യാം. മെയിം ചെപ്താം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പറയാം. മേമു പ്രാർത്ഥിസ്താം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഓക്കെ, എന്തൊക്കെയാണോ മൂവിൽ അവസാനിക്കുന്നത് അതൊക്കെ എന്നാക്കി കഴിഞ്ഞാൽ നമുക്ക് ഭാവി കാലത്തിലെ വി ഷാൾ എന്ന് പറഞ്ഞ ഒരു സംഭവം കിട്ടും. ഓക്കെ, അത്രയും സിമ്പിൾ ആണ്. ഇനി രണ്ടാമത്തെ സബ്ജക്ട് എടുക്കാം. നമ്മൾ എന്ന് പറയുന്നത്, നമ്മൾ എന്ന് പറയാനായിട്ട് മനമു എന്നാണ്. ഷോർട്ടായിട്ട് മനം എന്ന് പറഞ്ഞാലും മതി. നമ്മൾ ഇവിടെ നമ്മൾ ചെയ്യാം, നമ്മൾ വരാം, നമ്മൾ പോകാം എന്ന് പറയില്ല, തെറ്റാണ്. പക്ഷെ അതിന് പകരമായിട്ട് നമ്മൾ ചെയ്യും, നമ്മൾ പോകും, നമ്മൾ കളിക്കും, നമ്മൾ സംസാരിക്കും എന്നൊക്കെ പറയാമല്ലോ. ഓക്കെ, അതെങ്ങനെയാ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ അതേ ഫോർമാറ്റ് തന്നെയാണ്. മേമു മനമു രണ്ടും അവസാനിക്കുന്നത് മു എന്ന് പറഞ്ഞ ഒരു അക്ഷരത്തിലായതുകൊണ്ട് തന്നെ രണ്ടിനും ഒരേ വാക്യഘടന തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഒറ്റ സബ്ജക്ട് മാത്രം എടുത്ത് പറഞ്ഞതിന് പകരം 2 സബ്ജക്ട് കൂടി ഒരുമിച്ചെടുത്ത് നമ്മൾ എന്ന് പറയുന്നതും ഞങ്ങൾ എന്ന് പറയുന്നതും. അപ്പോ നമ്മൾ വരും എന്ന് പറയാനായിട്ട് മനമു വസ്താമു, നമ്മൾ പോകും എന്ന് പറയാനായിട്ട് മനമു പോത്താമു, നമ്മൾ പോകുന്നു വീണ്ടും പറയാനായിട്ട് മനമു വെൽത്താമു, മനമു വെള്ളിപ്പോത്താമു എന്ന് പറഞ്ഞാലും ഇതെല്ലാം ഒരേ അർത്ഥം തന്നെയാണ്. മനമു ചെപ്താമു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും, മനമു ചേസ്താമു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ വാക്യഘടന വരുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതിൽ നിന്ന് മേമു എന്നതിന് പകരം മനമു എന്നാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ന് പറഞ്ഞ ആ ഒരു വാക്യഘടനയായി. ഓക്കെ, മനമു പ്രാർത്ഥിസ്താമു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കും. ഇവിടെ ഓക്കെ, മനമു എന്ന് എപ്പോഴെപ്പോഴും എടുത്തു വരേണ്ട ആവശ്യമില്ല. മനം എന്ന് പറഞ്ഞാലും മതി. കാരണം സംസ്കൃത ഭാഷയിൽ കൂടുതൽ പ്രിഫറബിൾ മനം എന്ന് പറഞ്ഞൊരു വാക്കാണ്. പക്ഷേ ശരിയായ വാക്ക് മനമു എന്നാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെലുഗു ഭാഷ അറിയപ്പെടുന്നത് ഇറ്റാലിയൻ ഓഫ് ദി ഈസ്റ്റ് എന്ന് പറഞ്ഞാണല്ലോ. നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ആദ്യത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ആണ് എന്റെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പം
ഈ ഭാഷയിലെ എല്ലാ വാക്കുകളും അവസാനിക്കുന്നത് ഒരു വവൽ ശബ്ദത്തിലാണ്. ഓക്കെ, അ, ഇ, ഉ, ഐ, ഓ. പറഞ്ഞായിരുന്നല്ലേ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് വവൽ ശബ്ദങ്ങൾ. അപ്പൊ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ശരിയായ വാക്ക് എന്നാണ് അവസാനിക്കുന്നെങ്കിലും സംസാര ഭാഷയിൽ നമുക്ക് എന്ന് പറഞ്ഞാലും മതി. ഇപ്പം മനം എന്ന് പറയുന്ന നേരത്ത് അത് അവസാനിക്കുന്ന ഒരു വവൽ ശബ്ദത്തിലല്ല, പക്ഷെ മനമു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവസാനിക്കുന്ന ഒരു വവൽ ശബ്ദത്തിലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിന്റെ വാക്യഘടന വരുന്നത്. അപ്പൊ ഇത്രയും പറയുന്നുള്ളൂ. നിങ്ങൾക്ക് എല്ലാം വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവി കാലത്തിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും സബ്ജക്ട് വരുന്ന നേരത്ത്, അതായത് ഞങ്ങൾ എന്നാണ് സബ്ജക്ട് എങ്കിൽ പിന്നെ നമ്മൾ എന്നാണ് സബ്ജക്ട് എങ്കിൽ, ഞങ്ങൾ എന്നാണ് സബ്ജക്ട് എങ്കിൽ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. ഒന്ന് ചെയ്യും, രണ്ട് ചെയ്യാം. ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ ചെയ്യാം. പിന്നെ നമ്മൾ എന്ന് പറഞ്ഞു വരികയാണെങ്കിൽ നമ്മൾ വരും, നമ്മൾ പോകും എന്നൊക്കെ എങ്ങനെ പറയാമെന്ന് കൂടി ഞാൻ പറഞ്ഞു തന്നിരുന്നു. ഓക്കെ, കൂടുതൽ ഉപകാരപ്രദമായ അറിവുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.